നമസ്കാരം. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിലുള്ള സംഘർഷങ്ങൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സന്ദേശ് ഖാലിയിലേക്കുള്ള യാത്രാ മധ്യേ പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 ബർഗാനാസ് ജില്ലയിലെ ഫോജൻഹട്ടിൽ ഇൻഡിപെൻഡന്റ് ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയിലെ 6 അംഗങ്ങളെ ബംഗാൾ ഭരണകൂടം അറസ്റ്റ് ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അറസ്റ്റിനെ തുടർന്ന് ഈ 6 കമ്മിറ്റി അംഗങ്ങളെയും കൊൽക്കത്തയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഭാഷ്യം അനുസരിച്ച് കമ്മിറ്റി അംഗങ്ങൾ പോലീസ് ബാരിക്കേഡ് അനധികൃതമായി തകർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരെ പ്രിവന്റീവ് വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് എന്നാണ് പോലീസ് ഭാഷ്യം. അതേസമയം തന്നെ ഞങ്ങൾ സന്ദേശ് ഖാലി സന്ദർശിക്കുകയായിരുന്നു, പക്ഷേ ഞങ്ങളെ പോലീസ് മനഃപൂർവ്വം തടയുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സന്ദേശ് ഖാലിയിലെ ഇരകളെ കാണാൻ പോലീസ് തങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് ഈ ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമായ OP വ്യാസ് പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഗവർണർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പരാതി നൽകും എന്നുകൂടി ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകർന്നിരിക്കുകയാണ് എന്നുകൂടി ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങളും ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നു. സന്ദേശ് ഖാലിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഇൻഡിപെൻഡന്റ് ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചത്. പക്ഷേ ആ കമ്മിറ്റിയെ പോലും സന്ദേശ് ഖാലിയിലേക്ക് കടത്തിവിടാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിരോധമാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പശ്ചിമ ബംഗാളിന്റെ ഭരണകൂടം സന്ദേശ് ഖാലിയിൽ തീർത്തിരിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും ലേഡി ഹിറ്റ്ലർ എന്നൊക്കെയാണ് പ്രതിപക്ഷ പാർട്ടികൾ മമതാ ബാനർജിയെ വിശേഷിപ്പിക്കാറുള്ളത്. അത് ശരിവെക്കുന്ന ചില നടപടികൾ തന്നെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. സംഘർഷത്തിന് ഇതുവരെയും അവിടെ അയവ് വന്നിട്ടില്ല. പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയൊരു പ്രശ്നം, ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അത് രാജ്യത്തിനാകമാനം വലിയ ആശങ്ക സമ്മാനിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.